എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 43ഉം 44ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഇങ്ങനെ ബലഭദ്രൻ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ എന്താണ് പറയണത് സമുദ്രത്തിനെ പറ്റിയിട്ട് എന്നുള്ളതും അതാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 43ാമത്തെ ശ്ലോകം നോക്കാം. ഇതി ബ്രുവാണം ബലഭദ്രമൂചേ ശൗരി ശരചന്ദ്രനിഭാനനസ്തം ഗാംഭീര്യജന്മാവസഥം സമുദ്രം അഭ്യർത്ഥയാവോ യദുപുംഗവേദി. ആദ്യം പദച്ഛേദം പറയാം. ഇതി ബ്രുവാണം ബലഭദ്രം ഊചേ ശൗരി ശരചന്ദ്രനിഭാനന തം ഗാംഭീര്യജന്മാവസഥം സമുദ്രം അഭ്യർത്ഥയാവ യദുപുംഗവ ഇതി. ഇതൊക്കെ കേട്ടിട്ട് ബലരാമനോട് ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയണത്. ശരചന്ദ്രനിഭാനന ശൗരി, ശരത്കാലത്തെ ചന്ദ്രൻ, അതാണ് ശരചന്ദ്രൻ. ശരത്ത് പ്ലസ് ചന്ദ്രൻ, അവിടെ ത ച എന്ന് രണ്ടും കൂടി ചേരുമ്പോൾ ച എന്ന് ഇരട്ടിപ്പാ വരിക. ശരചന്ദ്രൻ, ശരചന്ദ്ര നിഭാനന, ശരത്കാലത്തെ ചന്ദ്രനെ പോലെ. നിഭം എന്നുള്ള പദത്തിന്, നിഭ എന്നുള്ള പദത്തിന് പോലെ എന്നാണ് അർത്ഥം. അതൊരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല സംസ്കൃതത്തിൽ എന്നാണ് പറയാം. അപ്പോൾ നിഭ എന്നുള്ളതൊരു നാമപദത്തോടു കൂടി ചേർന്നിട്ടേ എപ്പോഴും നിൽക്കുള്ളൂ. അപ്പോൾ ചന്ദ്രനിഭം അല്ലെങ്കിൽ പങ്കജനിഭം എന്നൊക്കെ പറയുമ്പോൾ നിഭ പദം ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാറില്ല, അത് വേറൊന്നിൻ്റെ കൂടെ തന്നെയേ നിൽക്കാറുള്ളൂ. ഇവിടെ ചന്ദ്രനിഭം എന്നാണ് പറഞ്ഞത്. ചന്ദ്രനെ പോലെ, ശരത്കാലത്തെ ചന്ദ്രനെ പോലെ ആനനം ഉള്ളവനായ ആ ശൗരി ഉണ്ടല്ലോ ശ്രീകൃഷ്ണൻ പറയാണ്. യദുപുംഗവ, ഇങ്ങട് ശൗരി എന്നാണ് വിളിക്കുന്നത് വെച്ചാൽ അങ്ങട് യദുപുംഗവ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. യാദവന്മാരിൽ വെച്ച ശ്രേഷ്ഠനായിട്ടുള്ളവനെ ഏട്ടാ ബലഭദ്ര, അതാണ് യദുപുംഗവ. ഗാംഭീര്യ ജന്മാവസഥം സമുദ്രം. സമുദ്രം എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. സമുദ്രത്തിനെ എങ്ങനെയാണ് പറയണത്? ഗാംഭീര്യ ജന്മ അവസഥം. അവസഥം എന്ന് പറഞ്ഞാൽ ആവാസസ്ഥാനം എന്നർത്ഥം. ആരുടെ ആവാസസ്ഥാനമാണ്? ഈ സമുദ്രത്തിലെ വലിയ വലിയ ജീവികളുണ്ടല്ലോ, അതാണ് ഗാംഭീര്യ ജന്മങ്ങൾ. തിമിംഗലം, സ്രാവ്, അതുപോലെ എന്തൊക്കെയാ വെള്ളത്തിൻ്റെ അടിയിൽ വലിയ വലിയ ജീവികളെന്ന് നമുക്കാർക്കും അത്രയ്ക്കൊന്നും അറിയില്ല. ഈ പറഞ്ഞ പേരുകളൊക്കെയാണ് ധാരാളമായിട്ട് കേട്ടിട്ടുള്ള. വലിയ വലിയ പാമ്പുകളുണ്ടാവാം, ഇതുപോലത്തെ മത്സ്യങ്ങൾ, ഞണ്ടുകൾ, ആമകൾ, വളരെ പ്രായാധിക്യമുള്ള പല ജീവികളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബഹു വിധത്തിലുള്ള ജീവികളെ ഉൾക്കൊള്ളുന്നവനായ സമുദ്രത്തിനോട്, അപ്പോൾ ഈ സമുദ്രത്തിൻ്റെ കാലപ്പഴക്കവും കുറേ അധികമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗാംഭീര്യമായിട്ടുള്ള ജന്മങ്ങളെ, ജീവികളെ ഉൾക്കൊള്ളുന്ന അവയുടെയൊക്കെ ആവാസസ്ഥാനമായിട്ടുള്ള സമുദ്രം, സമുദ്രത്തിനോട് അഭ്യർത്ഥയാവ, അഭ്യർത്ഥയാമി, അഭ്യർത്ഥയാവ, അഭ്യർത്ഥയാമ, ഇതാണ് അതിൻ്റെ പ്രയോഗം. നമുക്ക് 2 പേർക്കും അഭ്യർത്ഥിക്കാം എന്ന് ചോദിക്കുകയാണ് ബലരാമനോട്. ഒറ്റയ്ക്കല്ല, ഞാൻ ഏട്ടനും വരണം, നമുക്ക് 2 പേർക്കും കൂടിയിട്ട്. ദ്വിവചനാണ് അഭ്യർത്ഥയാവ. ദ്വിവചനം എന്ന് പറഞ്ഞാൽ അസ്മത് ശബ്ദത്തിൻ്റെ ദ്വിവചനം. നമുക്ക് 2 പേർക്കും കൂടിയിട്ട് പോയി സമുദ്രത്തിനോട് ചോദിക്കാം. അഭ്യർത്ഥയാവ, ചോദിക്കുകയല്ല, അഭ്യർത്ഥിക്കാം, യാചിക്കാം. ഇതി, ഇപ്രകാരം. ബ്രുവാണം തം ബലഭദ്രം ഊചേ, ഇപ്രകാരം ഏട്ടനോട് പറയുന്നവനായ ആ കൃഷ്ണനോട് ബലഭദ്രൻ പറഞ്ഞു. അതായത് ബലഭദ്രൻ സമുദ്രത്തിനെ വർണ്ണിച്ചു. എന്നിട്ട് കൃഷ്ണൻ അത് കേട്ട ഉടനെ തന്നെ കൃഷ്ണൻ ഏട്ടനോട് പറഞ്ഞു, എന്തായാലും ഈ സമുദ്രത്തിലാണല്ലോ നമ്മുടെ ഗുരുവിൻ്റെ പുത്രൻ നഷ്ടപ്പെട്ടു എന്ന് പറയണത്. ഈ സമുദ്രത്തിലേക്ക് എത്തി, ആ സരസിൽ നിന്ന്, പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് സമുദ്രത്തിലേക്ക് വന്നു, അവിടെ വെച്ച് കാണാനില്ലാതെയായി എന്നാണല്ലോ പറയണത്. അപ്പോൾ സമുദ്രത്തിനോട് നമുക്ക് ചോദിക്കാം, കണ്ടുവോ ഇങ്ങനൊരു പുത്രനെ, ഞങ്ങളുടെ ഗുരുപുത്രനെ, ഉണ്ണിയെ ഈ സമുദ്രത്തിലൂടെ പോകുന്നതോ മറ്റാരെങ്കിലും ആക്രമിക്കുന്നതോ പിടിക്കുന്നതോ ഒക്കെ കണ്ടുവോ എന്ന് ചോദിക്കാം. അതാണ് അഭ്യർത്ഥിക്കാം. അങ്ങനെ കാണുകയാണെങ്കിൽ, ഉണ്ടെങ്കിൽ തിരിച്ചു തരാൻ അഭ്യർത്ഥിക്കാം എന്നാണ് ശ്രീകൃഷ്ണൻ ബലരാമനോട് പറയണത്. ശ്രീകൃഷ്ണനോട് ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരുന്ന ബലഭദ്രനോട്
കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് അന്വയം അവസാനിപ്പിക്കുന്നത്. ഇതി ബ്രുവാണം തം ബലഭദ്രം ഊജൻ. ഇപ്രകാരം സമുദ്രത്തിനെ പറ്റിയൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്ന ആ ബലരാമനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, നമുക്ക് സമുദ്രത്തിനോട് പോയി അഭ്യർത്ഥിക്കാമെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ബലരാമൻ അതിനോട് യോജിക്കുകയാവുമല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. അതിനുശേഷം ശ്രീകൃഷ്ണൻ എന്താ ചെയ്യണത് എന്നുള്ളതാണ് 44-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം നോക്കൂ. തതസ്തഥേതി പ്രതിപന്നവാച സഹാഗ്രജേന ക്ഷപിതാന്യഭാവ ദർഭാസനസ്ഥോ ധനുസൂനുവൈരീ ദധ്യൗ പയോധിം കരുണാപയോധി. നമുക്കാദ്യം പദച്ഛേദം പറയാം. തഥാ ഇതി പ്രതിപന്നവാച സഹ അഗ്രജേന ക്ഷപിത അന്യഭാവ ദർഭാസനസ്ഥ ധനുസൂനുവൈരീ ദധ്യൗ പയോധിം കരുണാപയോധി. പയോധിയെ കരുണാപയോധി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ധ്യാനിച്ചു എന്ന്. സമുദ്രം വെറും പയോധിയാണ്, ഭഗവാൻ കരുണാപയോധിയാണ്. അതാണ് വ്യത്യാസം. കരുണ ഒരു കടലോളുണ്ട് ഭഗവാന്റെ മനസ്സിൽ എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്വയം ഇങ്ങനെയാണ് പറയണത്. തഥാ അതിനുശേഷം, തഥാ ഇതി പ്രതിപന്നവാച അഗ്രജേന, അങ്ങനെ ആവട്ടെ എന്ന് ശ്രീകൃഷ്ണനോട് മറുപടി പറഞ്ഞ പ്രതിപന്നവാക്ക്, അതായത് ഇങ്ങോട്ട് പറഞ്ഞതിന് മറുപടി പറഞ്ഞു. ശ്രീകൃഷ്ണനോട് മറുപടി പറഞ്ഞവനായ അഗ്രജേന സഹ, അഗ്രജനോട് കൂടിയിട്ട് ഏട്ടനെയും കൂടെ വിളിച്ചിട്ട് അഗ്രജേന സഹ ക്ഷപിതാന്യഭാവ ദർഭാസനസ്ഥ, ക്ഷപിതമായ അന്യഭാവങ്ങളോട് കൂടിയവൻ ശ്രീകൃഷ്ണൻ. എന്താണ് ക്ഷപിതം എന്ന് പറഞ്ഞാൽ? ക്ഷപിതം വിനാശിത, ക്ഷപിത എന്ന് പറഞ്ഞാൽ വിനാശിത, ഇല്ലാതെയാക്കി, നശിപ്പിച്ചു കളഞ്ഞു. എന്താ നശിപ്പിച്ചു കളഞ്ഞത്? അന്യഭാവ. അന്യഭാവം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിനോട് അത്രയും നേരം ഉണ്ടായിരുന്നതായ ദേഷ്യം, ഈർഷ്യ, ക്രോധം, തൻ്റെ ഗുരുവിൻ്റെ പുത്രനെ നശിപ്പിച്ചു കളഞ്ഞു തുടങ്ങിയിട്ടുള്ളതായ വിഷമങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ മാറ്റിവെച്ചാലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് മനസ്സിൽ നിന്ന് എല്ലാ ദുഷ്ടചിന്തകളും ഇല്ലാതെയാക്കിയിട്ട്, അതാണ് ക്ഷപിത അന്യഭാവ, ഈർഷ്യ, ക്രോധം മുതലായിട്ടുള്ള എല്ലാ ഭാവങ്ങളും കളഞ്ഞിട്ട്, എന്നിട്ട് എന്താ ചെയ്തത്? ക്ഷപിതാന്യഭാവ ദർഭാസനസ്ഥ, അന്യഭാവങ്ങളൊക്കെ ത്യജിച്ച് ദർഭാസനത്തിലിരിക്കുന്നവൻ. എന്താ ദർഭാസനം എന്ന് പറഞ്ഞാൽ? ദർഭ വിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ദർഭ വിരിച്ചിരിക്കുക എന്നുള്ളതൊക്കെ ധ്യാനിക്കാനും അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വെറുതെ നിലത്തിരിക്കാറില്ല. എന്തെങ്കിലും ഒരു മണ്ണുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ധ്യാനം, യോഗം, സമാധികളിലൊന്നും ഏർപ്പെടാറില്ല. അതിനു വേണ്ടിയിട്ട് നിലത്ത് ഇരിക്കാതെ, അവിടെ പായ പോലെയുള്ളൊന്നും ഇരിക്കാൻ കിട്ടില്ലല്ലോ, അപ്പോൾ പുല്ല് വിരിച്ചാണ് ഇരിക്കുക. ഏത് പുല്ലാണ് ഉപയോഗിക്കുക? ദർഭപ്പുല്ല്. അതാണ് ഇവിടെ ഉപയോഗിച്ചത്. അതാണ് പറയണത് ദർഭാസനസ്ഥ. ദർഭയെ ആസനമാക്കിയിട്ട്, ഇരിപ്പിടമാക്കിയിട്ട് വിരിച്ചിട്ട്, അത് ദർഭപ്പുല്ല് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് രണ്ടുപേരും ഇരുന്നത്. ദർഭാസനസ്ഥനായിട്ട്, ഇവിടെ കൃഷ്ണൻ്റെ കാര്യം മാത്രമാണ് പറയണത്, ബലരാമനും കൂടെയുണ്ട്. ദർഭാസനം ഉണ്ടാക്കി അതിൽ ഇരിക്കുന്നവനായിട്ട് ഇരുന്നിട്ട് കരുണാപയോധി ധനുസൂനുവൈരീ പയോധിം ദധ്യൗ. കരുണാപയോധിയായ, കാരുണ്യത്തിൻ്റെ കടലായിട്ടുള്ള, മനസ്സിലൊരു കടലോളം കാരുണ്യം സൂക്ഷിക്കുന്നവനായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുപോലെ തന്നെ ധനു സൂനു വൈരി. ധനു എന്ന് പറഞ്ഞാൽ കശ്യപ പ്രജാപതിയുടെ ഒരു ഭാര്യയാണ്. ധനു അതെ, ദിതിയും അതെ, അസുരജന്മങ്ങളുടെയൊക്കെ അമ്മമാരാണ് അവർ രണ്ടുപേരും. അതിഥി ദേവന്മാരുടെ അമ്മയാണ്. ധനുവിൻ്റെ മക്കൾ ദാനവന്മാർ, ദിതിയുടെ മക്കൾ ദൈത്യന്മാർ, ദൈതയന്മാരെന്നൊക്കെ പറയും. അതിഥിയുടെ മക്കൾ ആദിത്യന്മാർ. അങ്ങനെ എല്ലാവരെയും പറയാറില്ലെങ്കിലും ആദിത്യന്മാരെന്നുള്ളത് ഇടയ്ക്കൊക്കെ ദേവന്മാരെ മാത്രം സൂചിപ്പിക്കാനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ധനു സൂനു വൈരി എന്ന് പറഞ്ഞാൽ ധനുവിൻ്റെ മക്കളോട് വൈരം പുലർത്തുന്നവൻ, അതായത് രാക്ഷസന്മാരോടും അസുരന്മാരോടും ഒക്കെ ശത്രുത പുലർത്തുന്നവനായിട്ടുള്ള അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ. ധനു സൂനു വൈരി പയോധിം ദധ്യൗ. അവിടെയൊക്കെ വർണ്ണാവൃത്തി അനുപ്രാസം വരുന്നുണ്ട്. പയോധിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചു, മനസ്സുരുകി അഭ്യർത്ഥിച്ചു. തനിക്ക് ആ ഗുരുവിൻ്റെ പുത്രനെ കിട്ടണം എന്നുണ്ടെങ്കിൽ പയോധി അനുഗ്രഹിക്കണമല്ലോ. അപ്പോൾ മറ്റ് അന്യഭാവങ്ങളെല്ലാം ത്യജിച്ചിട്ട്
തനിക്ക് ആ ഒരു ലക്ഷ്യം നേടുക എന്നുള്ളത് മാത്രം ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് സമുദ്രത്തിനെ കഠിനമായിട്ട് മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നത്. ഇനി അതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, സമുദ്രം എന്താ പറയണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം കാണാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇതി ബ്രുവാണം ബലഭദ്രമൂജേ ശൗരി ശരചന്ദ്രനിഭാനനസ്തം ഗാംഭീര്യജന്മാവസതം സമുദ്രം അഭ്യർത്ഥയാവോ യദുപുംഗവേദി തതസ്തഥേതി പ്രതിപന്നവാചാ സഹാഗ്രജേന ക്ഷപിതാന്യഭാവ ദർഭാസനസ്ഥോദനുസൂനുവൈരീ ദധ്യൗപയോധിം കരുണാപയോധി. സമുദ്രത്തിനോട് അനുവാദം ചോദിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ശ്രീകൃഷ്ണൻ പ്രത്യേകിച്ച് കൂടെ ബലരാമനുണ്ടാവും. ഇരുന്നു കൊണ്ട്, ദർഭ വിരിച്ചിരുന്നു കൊണ്ട് സമുദ്രത്തിൻ്റെ ദേവതയായിട്ടുള്ള വരുണനെ ധ്യാനിക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.